ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഇപ്പോൾ നല്ലൊരു ചൂടൊക്കെയാണ്, അതുപോലെ നോമ്പുമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ തോന്നും. അപ്പോൾ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആണ്, നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുക്കമ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കമ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പല പേരുകളുണ്ട്, കുക്കമ്പർ, വെള്ളരിക്ക, അങ്ങനെ പല പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുതിനയിലയാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങര നീരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി നാരങ്ങര നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് അളവിൽ മാത്രമേ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേണ്ടത്. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഇവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിരിക്കില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതൊന്നും അരിഞ്ഞ് കിട്ടൂല. അപ്പം നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണവിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കസ്കസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ റീഫ്രഷിങ് ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ ടേസ്റ്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് പോലെ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസൊന്നുമല്ല, പക്ഷേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി കുടിച്ച് നോക്കുക. നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്